ബിഗ് ബോസ് മലയാളം സീസൺ 7 അതിന്റെ അവസാന ലാപ്പിലേക്ക് കടന്നുപോകുകയാണ്. ഇപ്പോൾ ഹൗസിൽ അവശേഷിക്കുന്ന 10 പേർ മാത്രമാണ്. അവരിൽ 3 പേർ മാത്രം പെൺകുട്ടികൾ. ആദിലയും നൂറയും അനുമോളും. ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക്കാണ് ഇപ്പോൾ ഹൗസിൽ പുരോഗമിക്കുന്നത്. വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത്. എല്ലാ മത്സരാർത്ഥിയും കഴിവിന്റെ പരമാവധി മത്സരിക്കാനായി ഉപയോഗിക്കുന്നുമുണ്ട്. അതിൽ പ്രേക്ഷകരെ ഞെട്ടിക്കുന്നത് നൂറയുടെ പ്രകടനമാണ്. ടിക്കറ്റ് ടു ഫിനാലെ തുടങ്ങിയ ശേഷം പുരുഷന്മാരെ മറികടക്കുന്ന പ്രകടനമാണ് നൂറയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ചില ടാസ്കുകളിൽ ഒന്നാം സ്ഥാനം നേടുകയും ചെയ്തു. മൈൻഡ് ഗെയിം കളിച്ച് മുന്നേറാൻ കഴിയാറില്ലെങ്കിലും ടാസ്കിൽ 100% നൽകാനാണ് നൂറയുടെ പ്രകടനം. ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിന്റെ ഇടവേളയിൽ സഹമത്സരാർത്ഥി നെവിനുമായി നൂറ നടത്തിയ സംഭാഷണവും അതുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട കുറിപ്പുമാണ് ചർച്ചയാകുന്നത്. ബിഗ് ബോസിന് ശേഷം ആദില നൂറ റിലേഷൻഷിപ്പ് ഭാവി എന്തായാലും ഇല്ലെങ്കിലും നൂറ ഫാഷൻ മീഡിയ രംഗത്ത് കത്തിക്കയറും എന്നാണ് ഒരു ബി പ്രേക്ഷകൻ ഇതുവരെ ഒരു ഹൗസിൽ പ്രകടനം കണ്ട് കുറിച്ചത്. ഷോയിൽ ഭാഗമായതിന്റെ പേരിൽ ലഭിക്കുന്ന ഫ്രെയിം നല്ല രീതിയിൽ ഉപയോഗിച്ച് ഭാവി ജീവിതം ഭദ്രമാക്കണമെന്ന ആഗ്രഹം അതിയായുള്ള വ്യക്തിയാണ് നൂറ. അതേക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നെവീനോട് നൂറ സംസാരിച്ചതും. സത്യം പറഞ്ഞാൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കൊക്കെ കാണാൻ പറ്റൂ. നമ്മൾ എല്ലാവരും ഫുൾ തിരക്കിലായിരിക്കും. പിന്നെ ഇവിടെ മെയിൻ ഫിഗേഴ്സായി നിൽക്കുന്ന ആളുകൾക്ക് നല്ല തിരക്കായിരിക്കും. മെയിൻ സെലിബ്രിറ്റീസ് ഉണ്ടല്ലോ, അവരാണ് ഞാൻ ഉദ്ദേശിച്ചത്. നീയൊന്നുമല്ല. ഇവിടെ വേറെ കുറച്ച് ആളുകളുണ്ട്. അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അവരെ പ്രൊമോട്ട് ചെയ്യാനും താല്പര്യമില്ല. അതിൽ ഒരാളും നീയൊന്നുമല്ല. എന്നാൽ വേണമെങ്കിൽ പൊട്ടിക്കോ, ഞാൻ നിന്നെ പ്രൊമോട്ട് ചെയ്യും എന്നാണ് നൂറ പറഞ്ഞത്. ഈ ക്ലിപ്പോൾ വൈറലായ പ്രേക്ഷകരിൽ ബിഗ് ബോസ് കുറിക്കുന്നത് ഇങ്ങനെയാണ്. ബിഗ് ബോസ് കരയുമ്പോഴും ആതിര നൂറ റിലേഷൻഷിപ്പ് എന്താകുമെന്ന് ഒരു ഗ്യാരണ്ടിയുമില്ല. പക്ഷേ ബി കഴിഞ്ഞാൽ മീഡിയ മോഡലിംഗ് ഫീൽഡിൽ നൂറ കത്തിക്കയറും. സെൽഫ് ലവ് പ്ലസ് സെൽഫ്ലെസ് ക്യാരക്ടറാണ് നൂറ.